സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിന് പിന്നാലെ തീപിടുത്തവും വർദ്ധിക്കുന്നു. മലപ്പുറം ജില്ലയിൽ 2 മാസത്തിനിടെ 196 കാട്ടുതീ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മുൻ വർഷങ്ങളെക്കാൾ വളരെ കൂടുതലാണിതെന്നാണ് അഭിപ്രായം. ജാഗ്രത വേണമെന്ന് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് കൊടുത്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. എല്ലാ വർഷങ്ങളിലും വേനൽക്കാലങ്ങളിൽ ഇതണക്ക് കാട്ടുതീ ഉണ്ടാവാറുണ്ട്. കാട്ടുതീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻ പ്രദേശങ്ങളിൽ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും പലരും കൃഷിയൊന്നും ചെയ്യാതെ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അവരവർ തന്നെ അത് വൃത്തിയാക്കി ഇടുകയെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാകത്തില്ല. കൺട്രോൾഡ് ബേണിംഗ് ആയിട്ട് അത് വേനലിന് മുമ്പ് അത് വെട്ടിക്കൂട്ടിയിട്ട് അത് കത്തിച്ച് കളയുകയോ അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഫയർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരവരെ സംരക്ഷിക്കാൻ വേണ്ടി ഫയർ ലൈൻ തെളിച്ചിടണം. ഫയർ ലൈൻ തെളിച്ചിടുകയെന്നുണ്ടെങ്കിൽ ഒരിടത്തുണ്ടായാൽ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകത്തില്ല. അപ്പോൾ ഇതങ്ങനെ ഫയർ ലൈനും തെളിച്ചിട്ട് അതുപോലെ നമ്മൾ വേനലിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 12 മണി മുതൽ 3 മണി വരെ ഒരു കാരണവശാലും ഒരു കരിയിലേക്ക് പോലും തീയിടാൻ പാടില്ല. 12 മണി മുതൽ 3 മണി വരെ ഭയങ്കര ചൂടാണ്. ആ സമയത്ത് കരിയിലേക്ക് തീയിട്ട് പലയിടത്തും തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ചെയ്യാമെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തിന് മുമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കൺട്രോൾഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചും കൊണ്ടത് തീ കത്തിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. ജനുവരി മുതലേ ഈ പ്രാവശ്യം തുടങ്ങിയിട്ടുണ്ട് വേനൽ. അപ്പം ഇനി അടുത്ത മാസങ്ങളിൽ മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ സാഹചര്യം കൂടുതൽ വഷളാവും. മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ ചേരുകയാണ്. പറയൂ വിപിൻ. SKN ഓരോ ദിവസം കഴിയും തോറും ചൂട് വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഫയർ ഓഫീസർ കൂടി പറയുന്നത്. കാരണം തീപിടുത്തത്തിന്റെ തോത് അത് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. കാരണം ഒരു മാർച്ച് പകുതി ഏപ്രിൽ മാസത്തോടു കൂടിയാണ് കൂടുതൽ ഇത്തരം കേസുകൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ജനുവരി ഫെബ്രുവരിയിലെ കണക്കുകൾ മാത്രം കാട്ടുതീയിൽ മാത്രം ഒരു 196 കേസുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ മലപ്പുറം സ്റ്റേഷൻ പരിധിയിലാണ്. 44 കേസുകളും മലപ്പുറത്തിന് അകത്താണ്. ഇപ്പോൾ ഓഫീസർ പറഞ്ഞ പോലെ തന്നെ ഇത് കാട്ടുതീ എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള വെട്ടിത്തെളിച്ചിടാത്ത പ്രദേശങ്ങൾ പെട്ടെന്ന് തന്നെ തീ പിടിക്കുകയും പിന്നീട് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മുഴുവനായും നശിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് കൂടി അത് പടരാൻ ഇടവരുത്തും. ഒപ്പം തന്നെ പലപ്പോഴും ഇതിനെ ഒരു കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവിടേക്ക് പോകുന്ന ജനങ്ങളുടെ ഒരു അശ്രദ്ധ കൂടി ഉണ്ടാകും. ചെറിയ തീയൊക്കെ ഇട്ടും അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കോൽ വലിച്ചെറിയുകയോ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളായിരിക്കാം പിന്നീട് അവിടെ വലിയ തീപിടുത്തത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. ഇനിയിപ്പോൾ മാർച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള മാസങ്ങളിൽ ഒരു ദിവസം തന്നെ 5ലേറെ കേസുകളാണ് ഫയർഫോഴ്സിലേക്ക് ഫോൺ കോളുകളായി വരുന്നത്. അതിന്റെ അളവ് കൂടാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രത വേണമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ.